മോദി ഗവൺമെന്റിനകത്തും ഫിനാൻസ് മിനിസ്റ്ററിക്കകത്തും ഈ സംഭവം ഈ കറപ്റ്റഡായിട്ടുള്ള ആൾക്കാർ ഗ്രിപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും മാത്രം ഓഫീസേഴ്സിനെ എംപ്ലോയീസിനെ ഡിപ്ലോയ് ചെയ്തിട്ട് കേരളം മുഴുവൻ റെയ്ഡ് ചെയ്തിട്ട് അത് പത്രക്കാരോട് പറയാൻ വേണ്ടി വന്ന ഒരു ഓഫീസറെ സ്വിച്ചിട്ട പോലെ നിർത്താൻ പ്രാപ്തിയുള്ള ഒരു ഓഫീസറ് അയാൾക്ക് പൊളിറ്റിക്കൽ കണക്ഷൻ കാണും, ഒഫീഷ്യൽ കണക്ഷൻ കാണും, ഈ ഭരിക്കുന്നവരുമായിട്ട് ബന്ധമുണ്ടാകും. അതായത് വീണ്ടും പറയുന്നു ഹൈലി കറപ്റ്റഡ് ആണ്. ഈ വണ്ടികളൊക്കെ ഇന്ത്യൻ ബോർഡർ കഴിഞ്ഞ് ഇവിടെ കേരളം വരെ വരണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് സ്വാധീനമുള്ളവരാണ്. അതേപോലെ വാഹൻ ഇന്ത്യ അത് മുഴുവൻ അതിൻ്റെ സെൻട്രലൈസ്ഡ് കൺട്രോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതിൻ്റെ എൻട്രിയും പരിപാടികളൊക്കെ ഓരോ സ്റ്റേറ്റുകളിൽ നിന്ന് പോകുന്നുള്ളൂ. അതിനകത്ത് എങ്ങനെയാണ് ഡാറ്റ തിരുത്തുന്നത്? അതായത് മനസ്സിലാക്കുക, ഹൈലി കറപ്റ്റഡ് ആയിട്ടുള്ള ഒഫീഷ്യൽസും ഭരിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എന്തും സംഭവിക്കുക. അതാണ് ഈ ഓഫീസറിൻ്റെ ഈ പത്രസമ്മേളനം സഡൻ സ്വിച്ചിട്ട് നിർത്തിയതും. ഇതൊക്കെ നമുക്ക് കിട്ടുന്നൊരു പാഠമാണ്. നമ്മൾ എന്താണ് മോദി ഗവൺമെന്റിനെ പറ്റി വിചാരിച്ചതും എന്താണ് ഗ്രൗണ്ട് റിയാൽ നമ്മുടെ മുമ്പിലാണ് ഇത് നടന്നത്. എന്തോ ആർക്കും സംസാരിക്കാനില്ല, ഇതിനെപ്പറ്റി പറയാനില്ലേ. ആരാണിത് ചെയ്തത്? തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. ടാക്സ് കൊള്ളയാ നടത്തിയിരിക്കുന്നത്. ഇതെല്ലാവരും കൂടെ അറിഞ്ഞുകൊണ്ട് ഇതിന്റെ വിഹിതം എല്ലാവർക്കും പോയിട്ടുണ്ട്.